ആവർത്തിക്കുന്നു. ബി.ജെ.പി നേതാവ് ശ്രീ എം ടി രമേശും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എം ടി രമേശ്, ഈ വിഷയത്തിനകത്ത് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉള്ള നടപടികൾ വളരെ നിർണായകവും അത് പ്രധാനപ്പെട്ടതുമാണെന്ന് നിയമവിദഗ്ധർ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഒരല്പം നോക്കാം, ഒരുപക്ഷെ ഒരു എടുത്തുചാട്ടം അതിനകത്ത് വേണ്ട എന്നുള്ളൊരു നിലപാടാണോ ഗവർണറുടേത്? അല്ല, ഗവർണർ ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ പരാതികൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശേഷം മുഖ്യമന്ത്രി ആ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിസഭയുടെ തലവൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും തീരുമാനമെടുക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു സഹപ്രവർത്തകൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി കഴിഞ്ഞാൽ ആ മന്ത്രിക്കെതിരായിട്ട് നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ നടപടിക്ക് വേണ്ടി ഗവർണർ കാത്തിരിക്കുക എന്നുള്ളത് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി നടപടിയെടുക്കാൻ തയ്യാറല്ലെങ്കിൽ രാജ്ഭവൻ ഇടപെടേണ്ടി വരും. രാജ്ഭവനും ഇടപെടുന്നില്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങളിലേക്കും ഭരണഘടനാ പ്രശ്നങ്ങളിലേക്കും ഒക്കെ മാറും. അതിന് സ്വാഭാവികമായിട്ടും അത് കോടതിയിൽ പോയാൽ മുഖ്യമന്ത്രിയും രാജ്ഭവനല്ല അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കേണ്ടി വരും. നടപടിയെടുക്കാതെ മുഖ്യമന്ത്രിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കൂട്ടുനിൽക്കുന്നു എന്ന ധ്വനി വരും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ വേണ്ടി പോകുന്നത്. ശ്രീ എം ടി രമേശ്, UDF-ന്റെ പ്രതിഷേധം താങ്കളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രതിഷേധം അതൊരു നിയമ നടപടികളിലേക്ക് പോലും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്യുന്നു. BJP ഇതിനകത്ത് കുറച്ചുകൂടെ വ്യക്തമായി എടുക്കുന്ന നിലപാട് എന്താണ്? BJP ഇന്നലെ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് സഞ്ജയ് ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും കേരളത്തിന്റെ പല ഭാഗത്തും പ്രക്ഷോഭമുണ്ട്. ഇന്നലെ ഞങ്ങളുടെ നേതാക്കന്മാർ ഗവർണറെ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഒരു തീരുമാനത്തിന് വേണ്ടി പാർട്ടി കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്താണോ അതിനനുസരിച്ചും ഭാവി നടപടികൾ സ്വീകരിക്കുക. അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുന്ന UDF പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്ത BJP-ക്കും ഉണ്ട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നടപടിയെടുക്കാതിരിക്കുകയും രാജ്ഭവനും ഈ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഗവർണറുടെ അധികാരം പ്രയോഗിക്കാം. ഒരു മന്ത്രി, ഗവർണറാണല്ലോ ഭരണത്തിന്റെ തലവൻ. അപ്പൊ അതുകൊണ്ട് ഒരു മന്ത്രി ഭരണഘടനാപരമായി ഭരണഘടന അപമാനിക്കുന്ന തയ്യാറായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗവർണർക്കും ഇടപെടാം. അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെയും രാജ്ഭവന്റെയും ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് രണ്ടുമില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മാർഗം BJP നേടും. വളരെ നന്ദി. BJP നേതാവ് എം ടി രമേശാണ് പ്രതികരിച്ചത്. നിയമ നടപടികളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകുന്നില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ BJP-യും ആലോചിക്കുന്നു എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. വീണ്ടും